നോപശാന്തയേ ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാപം രുദ്രസ്യ സൂനം സുരസൈന്യനാദം ഗുഹം സദാഹം ശരണം പ്രപദ്യേ ശരണം പ്രപദ്യേ. എല്ലാവരും പരമാവധി കസേരകൾ പ്രയോജനപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. ഈ തിങ്ങി നിൽക്കുന്ന ആൾക്കാർ ഇടയ്ക്കൊക്കെ ഒറ്റപ്പെട്ട ചില കസേരകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്, അവിടോട്ട് കയറിയിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മൾ സമയ കൃത്യത പാലിക്കാൻ വേണ്ടി 11:45 തന്നെ നമ്മുടെ സെമിനാറിലെ ആദ്യ സെഷൻ ആരംഭിക്കുകയാണ്. ശബരിമലയുടെ വിശ്വാസം എന്നുള്ളതാണ് വിഷയം. ഈ വിഷയത്തിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അവർകളാണ്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഈ വിഷയം അവതരിപ്പിക്കുന്നത് ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ സ്ഥാപക ട്രസ്റ്റിയായിട്ടുള്ള ആരാധനായിട്ടുള്ള സ്വാമി അയ്യപ്പദാസ് അവർകളാണ്. ഈ വിഷയത്തിൽ അതേപോലെ തന്നെ ഈ വിഷയത്തിനെ പറ്റി ആധികാരികമായി സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ പൂജപ്പുര കൃഷ്ണൻ നായർ സാറിനെ ഈ യോഗത്തിൻ്റെ ഈ സെമിനാർ സെഷന്റെ സ്വാഗതം ആശംസിക്കുന്നത് ശ്രീ VR രാജശേഖരൻ അവർകളാണ്. വിശ്വഹിന്ദു പരിഷത്തിന്റെ ആരാധനായ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാണ്. ഒരു വാച്ച് കളഞ്ഞു വിട്ടിട്ടുണ്ട്, ഉടമസ്ഥർ ബന്ധപ്പെടുക. ശ്രീ വിജയകുമാർ VSPയുടെ പുനലൂർ സമ്പർക്ക പ്രമുഖാണ്, അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്താൽ മതി. 9496329183 ഒരു വാച്ച് കളഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ സെമിനാർ സെഷന്റെ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ശ്രീ VR രാജശേഖരൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാണ്. 1 മണിക്കൂറാണ് ഈ കാര്യക്രമം ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും അതനുസരിച്ച് പരമാവധി നോട്ടുകൾ കുറിച്ചെടുക്കാനുള്ളവരൊക്കെ അത് ചെയ്യണം. കാരണം താഴെ തട്ടിലോട്ട് നമ്മൾ പല വേദികളിലും ഇത് സംസാരിക്കുമ്പോൾ വേണ്ട ഡേറ്റകൾ ലഭ്യമാകും. അതുകൊണ്ട് എല്ലാവരും, നമുക്കറിയാം, ഉറങ്ങുന്ന ചിത്രങ്ങളൊക്കെ കണ്ട സംഗമം ഉണ്ടായിരുന്നു. ഉറങ്ങാത്ത മനസ്സോടുകൂടി ഇരുന്നുകൊണ്ട് ഇത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളതിനെ മനസ്സിലാക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്വാമി ശരണമയ്യപ്പ. നമ്മുടെ ഇന്നത്തെ ഈ പ്രതിനിധിസഭയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നടന്നു കഴിഞ്ഞു. നേരിട്ട് വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് വിശ്വാസ സംരക്ഷണം. ഇന്ന് വിവിധ തലങ്ങളിൽ സനാതനധർമ്മത്തെ സംബന്ധിച്ചും ആരാധനാലയങ്ങളെ സംബന്ധിച്ചും ഒക്കെ തന്നെയും നിരവധി ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിലൊന്നാണ് മതാതീതമായ ക്ഷേത്രസങ്കല്പം, മതേതരത്വമായ ക്ഷേത്രസങ്കല്പം. ഇതൊക്കെ തന്നെയും ഹിന്ദുവിൻ്റെ ഈശ്വര സങ്കല്പത്തെ തച്ചുടയ്ക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് വിശിഷ്യ ശബരിമലയുടെ വിശ്വാസ സംരക്ഷണം ഹിന്ദുവിൻ്റെ അവകാശമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് ആദ്യത്തെ വിഷയം തന്നെ ശബരിമലയിലെ വിശ്വാസ സംരക്ഷണത്തെ ആധാരമാക്കിയാണ്. ആ കാലാംശം ഈ അവസരത്തിൽ സമാരംഭം കുറിക്കുകയാണ്. ആദരണീയനായ അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അവരുകളാണ്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആരാധ്യനായ അധ്യക്ഷൻ. അതിലുപരി മഹാപണ്ഡിതാഗ്രേസരനായിട്ടുള്ള താന്ത്രിക പ്രമുഖനും അതേപോലെ ജ്യോതിഷ പണ്ഡിതനും നിരവധി ദേവസ്വം ബോർഡുകളുടെയൊക്കെ ആചാര്യസ്ഥാനം അലങ്കരിക്കുന്ന ബഹുമുഖ പ്രതിഭയായ ആദരണീയ കൃഷ്ണൻ നമ്പൂതിരി അവരുകളെ സാദരം സവിനയം സ്വാഗതം ചെയ്യുന്നു. പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമി ഈ വേദിയിൽ സന്നിഹിതനാണ്. ഉദ്ഘാടന സഭയിൽ വിശദമായി പരിചയപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കേരളത്തിൻ്റെ അഭിമാനമായ സന്യാസ പരമ്പരയിലെ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന സംപൂജ്യ സ്വാമിജിയെ സവിനയം
സാദരം സ്വാഗതം ചെയ്യുന്നു. ലോകത്തിലെ തന്നെ അയ്യപ്പധർമാധിഷ്ഠിതമായ സന്യാസാശ്രമം രൂപീകരിച്ചുകൊണ്ട് തൊടുപുഴ തത്വമസി ആശ്രമത്തിൻ്റെ മഠാധിപതിയായിട്ടുള്ള ഇന്ന് ഈ വിഷയം അവതരിപ്പിക്കാൻ എന്തുകൊണ്ടും സർവാത്മന യോഗ്യനായിട്ടുള്ള ആ വിഷയത്തെ സംബന്ധിച്ച് താൻ നെഞ്ചേറ്റിയ വിഷയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ മുൻപാകെ ശബരിമലയുടെ വിശ്വാസ പ്രമാണങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അടക്കം ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ തിരുനാളായ ഇന്ന് ഈ ദിവസം നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളത് സംപൂജ്യ സ്വാമി അയ്യപ്പദാസ് സ്വാമി അവറുകളാണ്. അയ്യപ്പദാസ് സ്വാമിജിയെ സവിനയം സഹർഷം സ്വാഭിമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ആ വിഷയത്തെ അനുഗമിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ ഉള്ളടക്കങ്ങളെയും ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ആ വിഷയം അവതരിപ്പിക്കുന്നത് സ്വർഗീയ സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ സന്തത സഹചാരിയായിരുന്ന ഡോക്ടർ പൂജപ്പുര കൃഷ്ണൻ നായർ സാർ അവറുകളാണ്. എഴുത്തുകാരനാണ്, ചിന്തകരാണ്. ഇന്ന് നമുക്ക് അയ്യപ്പൻ കനിഞ്ഞനുഗ്രഹിച്ച് ഇവിടെ എത്തിച്ചു നൽകിയ ആ പണ്ഡിതാഗ്രേസരനായ മഹാപ്രതിഭാശാലിയായ വ്യക്തിത്വത്തെ സവിനയം ഈ സദസ്സിന് പരിചയപ്പെടുത്തുന്നു, സ്വാഗതം ചെയ്യുന്നു. സാദരം നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും അയ്യപ്പധർമ്മ വിശ്വാസികളെയും സന്യാസ ശ്രേഷ്ഠന്മാരെയും ഇവിടെ എത്തിയ എല്ലാ ഗുരുജനങ്ങളെയും എല്ലാ മഹാത്മാക്കളെയും ഒരിക്കൽ കൂടി സവിനയം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. വേദിയിൽ ഉപവിഷ്ടരായ സംപൂജ്യ സ്വാമിജിമാർ, ശ്രീമദ് പ്രജ്ഞാനന്ദ തീർത്ഥപാദ സ്വാമിജി, അയ്യപ്പദാസ് സ്വാമികൾ, അതോടൊപ്പം തന്നെ രണ്ട് മറ്റ് സദസ്സിലിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ, ആചാര്യന്മാർ, എല്ലാവരുടെയും തൃപ്പാദകമനങ്ങളിൽ പ്രണമിക്കുന്നു. വേദി ധന്യമാക്കുന്ന പൂജപ്പുര കൃഷ്ണൻ നായർ സാർ, സദസ്സിലിരിക്കുന്ന അയ്യപ്പ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ശബരിമല വികസനവുമായി, ശബരിമല സംരക്ഷണവുമായി ബന്ധപ്പെട്ട അതിനെക്കുറിച്ച് വിശദമായ ചർച്ചകൾക്കായി ഒരു കാഴ്ചയും കാഴ്ചപ്പാടിനും വേണ്ടി ഇന്ന് നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കാലാംശം അവസാനിച്ചു. ഈ സഭയിൽ ശബരിമലയിലെ വിശ്വാസത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ശബരിമല ക്ഷേത്രത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഇത്രയും കൂടുതൽ ഭക്തജനങ്ങൾ ഇനി ഏതാണ്ട് 1-2 മാസം കഴിയുമ്പോൾ മണ്ഡലകാലമാവുന്നതോടുകൂടി കേരളത്തിലും ഭാരതത്തിലുമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരേ വസ്ത്രധാരണത്തോടുകൂടി, ഒരേ മന്ത്രജപത്തോടുകൂടി, ഒരേ മാനസിക ഭാവത്തോടുകൂടി എല്ലാ വഴികളും അയ്യപ്പസ്വാമിയുടെ ശിരസന്നിധിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ശബരിമലയിലെ ഇത്രയും ആളുകളെ ആകർഷിക്കുന്നതിനുള്ള ശബരിമലയിലെ അയ്യപ്പൻ്റെ പ്രത്യേകത അഥവാ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്, അതേത് രീതിയിലൊക്കെ നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ഈ കാലാംശത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ക്ഷേത്രങ്ങൾക്ക് പല രീതിയിലുള്ള പ്രത്യേകതകളുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം സാജാത്യങ്ങളുണ്ടെങ്കിലും അതോടുകൂടി തന്നെ വ്യത്യസ്ത ആരാധനാരീതികളും സമ്പ്രദായങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. അവിടുത്തെ ചിട്ടകളിൽ നിത്യം നട തുറക്കുന്നില്ല, പ്രത്യേകം പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല.
അത്യത്ഭുതകരമായ മറ്റ് വിഷയങ്ങളും ശബരിമലയുമായി ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2-3 സൂചനകൾ മാത്രം നൽകിക്കൊണ്ട് ഞാൻ ഇവിടെ വേദി ഒഴിയുകയാണ്. ശബരിമലയിലെ പ്രതിഷ്ഠാമൂർത്തിയുടെ പ്രത്യേകത, ധ്യാനരൂപത്തിലുള്ള വിഷയങ്ങൾ, അതേപോലെ തന്നെ അവിടുത്തെ കർമ്മപദ്ധതികൾ സ്ഥലപരമായിട്ടും ദേശവ്യത്യാസം അനുസരിച്ചുമുള്ള ചിന്തയ്ക്കനുസരിച്ച് ഓരോ ക്ഷേത്രങ്ങളിലെയും ആചാര്യന്മാരുടെയും ഒരാളുമാരുടെ അതായിട്ട് ബന്ധപ്പെട്ട ഭക്തജനങ്ങളുടെയൊക്കെ കൂട്ടായ്മയോട് കൂടിയിട്ട് ഒരുമിച്ച് തീരുമാനിച്ച് പ്രതിഷ്ഠാ സമയത്ത് നിശ്ചയിക്കുന്ന ആചാരങ്ങളാണ് വിശ്വാസികൾ അനുവർത്തിച്ചു വരുന്നത്. അതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഓരോ ശ്വാസത്തിലും ഇത് നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ പ്രവൃത്തിയിലുണ്ട്, ചിന്തയിലും വാക്കിലും ഉണ്ടാകണമുണ്ട്. അങ്ങനെ പ്രതിഷ്ഠാ സമയത്ത്, പ്രതിഷ്ഠ കഴിഞ്ഞ സമയത്ത്, നിത്യനൈമിത്തിക നിശ്ചയ സമയത്ത് നിയതാർച്ചാ സ്ഥിതി സ്ഥാപകേന നിയതം നിയതിർ നിയമേ ദൈവേ, നിയമമാണ്, ദൈവമാണ്. ദൈവം ദിഷ്ടം ഭാഗധേയം ഭാഗ്യം ശ്രീ നീതിർവിധി, ദൈവങ്കിൽ നിന്ന് ആഗതമാണ്, ദേവൻ പറഞ്ഞ കാര്യമാണ്, ദേവന്റെ ഹിതമാണ് നിശ്ചയിക്കുന്നത്. അങ്ങനെ നിശ്ചയിച്ചതാണ് പ്രത്യേക പ്രായപരിധിയിലുള്ള ആളുകൾക്ക് പ്രവേശനത്തിന്റെ വിഷയം. ഇരുമുടിക്കെട്ടോടുകൂടി 18-ാം പടി ചവിട്ടണം, നിത്യം നട തുറക്കുന്നില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ. ഇതിനൊക്കെ തന്നെ ഏത് രീതിയിലുള്ള സംഗമം നടത്തിയാലും അത് തച്ചുടയ്ക്കാൻ സാധിക്കുകയില്ല. അതിന് അയ്യപ്പൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളല്ല പലരും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന ശാസ്ത്രദൃഷ്ട്യാ വിദുഷാ കദാചിത് ഉല്ലംഘനീയ കുലദേശധർമ്മ, കുലദേശധർമ്മങ്ങൾക്കനുസരിച്ച് നിശ്ചയിച്ചിട്ടുള്ള ആചാരങ്ങൾ എന്ത് വിഷയമുണ്ടെങ്കിലും, ഏത് ആധുനികമായ ചിന്തകൾ അതിലേക്ക് കടന്നു വന്നാലും, ഏത് നവോത്ഥാന ചിന്തകൾ നടന്നു വന്നാലും അതിൻ്റെ അന്തസ്സത്തയ്ക്ക്, സാരാംശത്തിന് ഒരു മാറ്റങ്ങളും, ആചാരങ്ങളിൽ മാറ്റം വേണം. മാറ്റങ്ങൾ എന്നും നമ്മൾ അംഗീകരിക്കുന്നതാണ്. പക്ഷേ ആചാരങ്ങൾക്കപ്പുറത്ത് ചില നിയമങ്ങൾ ശബരിമലയിലുണ്ടെങ്കിൽ നിയമം നിർബന്ധപൂർവ്വം അനുസരിക്കേണ്ടതാണ്. അത് ആചരിക്കുന്നതാണെങ്കിലും ആചരിക്കുന്ന ഒരാചാരമല്ല, നിർബന്ധപൂർവം അനുസരിക്കേണ്ടതാണ് നിയമങ്ങൾ. ആ നിയമത്തിന്റെ പരിധിയിൽപ്പെട്ടത് ചെറിയ ആചാരം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞുകൊണ്ട് അതിന്റെ ലഘൂകരിക്കാനുള്ള ചില ശ്രമങ്ങൾ ചില ഭാഗത്തു നിന്നുണ്ടെങ്കിൽ, പല അനാചാരങ്ങൾ മാറ്റണം, ദുരാചാരങ്ങൾ മാറ്റണം, സദാചാരങ്ങൾ നിലനിർത്തണം, പുതിയ മാറ്റങ്ങൾ വേണ്ടി വരും. പക്ഷെ നിയമങ്ങൾക്കൊരിക്കും നിയതിർ നിയമേ ദൈവ, ഇത് നിയതിയാണ്, നിയമമാണ്, ദേവങ്കിൽ നിന്ന് ആഗതമാണ്, ദേവഹിതമാണ്. ആ ദേവഹിതമായ ഈ ഇത്തരം നിയമങ്ങൾ അനുസരിക്കേണ്ടത് ക്ഷേത്രത്തിന്റെ പരിശുദ്ധി, ക്ഷേത്രത്തിന്റെ ചൈതന്യം നിലനിർത്താൻ അത്യന്താപേക്ഷികമാണ്. ഇത് മനസ്സിലാക്കേണ്ടത് നമ്മളല്ല, പലരും ക്ഷേത്രത്തിന്റെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആ രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്ന് നവോത്ഥാനത്തിന്റെ ഭാഗത്തേക്ക് ചിന്തിക്കുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ എല്ലാ വിഷയത്തിലേക്കും ഞാൻ കടക്കുന്നില്ല. ബ്രഹ്മചാരി ഭാവത്തിലാണ് അവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ ഒരു പ്രകരണത്തിൽ പറഞ്ഞു, ഏകശയീത സർവത്ര, ഏകനായിട്ട് വേണം, ഏകാന്തവാസം വേണം. 14 മാസത്തിൽ 25 ദിവസം നടയടയ്ക്കുന്നുണ്ട്. മറ്റൊരു തലത്തിലേക്ക് ദൈവം സമാധി എന്നുള്ള മറ്റൊരവസ്ഥയ്ക്ക് മാറ്റിയ ശേഷം ആ ജാഗ്രതയിൽ നിന്ന് സുഷുപ്തിയിലേക്കും, സുഷുപ്തിയിൽ നിന്ന് തുരീയത്തിലേക്കും, സമാധി ആ തുരീയ അവസ്ഥയിലേക്ക് മാറ്റിയതിന് ശേഷം ആണ് നടയടയ്ക്കുന്നത്. പിന്നെ ഉണർത്തിയിട്ടാണ് പിന്നെ പൂജകൾ സംക്രമത്തിൽ തുടങ്ങുന്നത്. അത് ഏകശയീത, നിത്യം നട തുറക്കുന്നില്ല. മറ്റൊരു വിഷയം ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കോടതിയിലുള്ള വിഷയത്തിൽ അതിന്റെ ഒരു നിയമപരമായ 2-3 വിഷയങ്ങൾ മാത്രം ഞാനിവിടെ പറയാം. വർജയൻ മധുമ, എന്തൊക്കെയാണ് അവിടെ വർജിക്കേണ്ടത്, ആരൊക്കെയാണ് അവിടെ നിഷിദ്ധമായിട്ട് അവിടെ വർജിക്കേണ്ടത്, അവിടെ പ്രവേശനം ആർക്കൊക്കെയാണ് അനുവദിക്കാത്തത്. വർജയൻ മധുമാം സഞ്ച ഗന്ധമാല്യം യസാംസ്ത്രിയ ശുക്താനി യാനി സർവാണി പ്രാണിനാം ചൈവ ഹിംസനം അഭ്യംഗമഞ്ജനക്ഷാണം ചാക്ഷരൂപാഛത്രധാരണം കാമം ക്രോധഞ്ച ലോഭഞ്ച നർത്തനം ഗീതവാദനം ദ്യൂതഞ്ച ജനവാസഞ്ച പരിവാദം തഥാ അമൃതം സ്ത്രീണാഞ്ച പ്രേക്ഷണാലംബം ഉപഘാതം പരസ്യജ. 3 ശ്ലോകങ്ങളിലായിട്ട് വളരെ വിസ്തരിച്ച് 25 കാര്യങ്ങൾ പറഞ്ഞു. 25 ഞാനിവിടെ തൊടുന്നില്ല. 2 തവണ ആവർത്തിച്ച് ഒരു വിഷയം മാത്രമേ പറഞ്ഞുള്ളൂ. ആദ്യം പറഞ്ഞു വർജയൻ മധു, മദ്യം മാംസമൊന്നും പാടില്ല.
വർജയൻ മധുമാംസഞ്ച ഗന്ധമാല്യം രസാൻ സ്ത്രീയ എന്ന് പറഞ്ഞ സ്ത്രീ എന്നുള്ള വിഷയം അവിടെ ശബ്ദം പ്രയോഗിച്ചു. അവസാനം പറഞ്ഞു സ്ത്രീണാഞ്ച പ്രേക്ഷണാലംബ ഉപഘാതം പരസ്യജ. അവിടെ ഏത് രീതിയിലുള്ള സ്ത്രീകളാണ്? ഇങ്ങനെ 3 ശ്ലോകങ്ങളിൽ നിന്ന് സാമാന്യമായി 25 വിഷയങ്ങൾ വർജിക്കാൻ പറയുന്നു. അതിൽ സ്ത്രീ വിഷയം നിധേയണം വിഷയവ്യത്യാസമായിട്ട് 2 സൂചിപ്പിച്ചതുകൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് ആദ്യം സ്ത്രീകളെ വർജിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് ഏത് രീതിയിലുള്ള ആളുകളാണ്? സ്ത്രീ കർത്തൃകമായ പ്രേക്ഷണാലംബ ഉപഘാതങ്ങൾ, അതായത് കാമാദി വികാരങ്ങളോടുകൂടിയുള്ള നോട്ടം, ആലിംഗനാദികൾ, അത്തരം ആദിശബ്ദം കൊണ്ട് തുടർച്ച വിഷയങ്ങളല്ല, വിവരിക്കുന്നില്ല. അത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ വർജിക്കേണ്ടതാണ്. ഇത് സാധ്യമാകുന്ന, ഇത് ബാധകമാകുന്ന പ്രായപരിധി കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. അത്തരം പ്രായപരിധിക്കകത്തുള്ള ആളുകൾക്ക് അവിടെ അയ്യപ്പന്റെ സാന്നിധ്യത്തിൽ കൊച്ചുകുട്ടികൾ പോകുന്നുണ്ട്, അമ്മമാര് പോകുന്നുണ്ട്. അത് ഈ പ്രായപരിധി നിശ്ചയിക്കുന്നതിന് 10 വയസ്സ് കൂടുന്ന സമയത്ത് 50 വയസ്സ്, സാധാരണ 10 വയസ്സിന് മേലെ 50 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഓരോന്നിന്റെയും പരിപൂർത്തിക്കുള്ള സ്ഥാനം. സ്ത്രീധർമ്മമായ മാതൃത്വം ലഭിക്കുന്നത് ഈ കാലയളവിലാണ്. ബാല്യം വൃദ്ധർമൊക്കെ പുഷ്ടി പ്രജ്ഞോത്സാഹവും ബലം മഹ ദശകേന നിവർത്തന്തേ മന പഞ്ചേന്ദ്രിയാണിച്ച. വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല, 2 സൂചനകൾ മാത്രം എന്നതുകൊണ്ട് 50 വയസ്സ് വരെ സംഭവിക്കുന്ന ശാരീരിക പ്രത്യേകതകൾ ഇല്ലാത്ത സമയമാകുമ്പോൾ സ്ത്രീധർമ്മം പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു മാതൃത്വം ലഭിക്കില്ല. പൂർണ്ണമായ അർത്ഥത്തിൽ ആ ധർമ്മം പ്രേക്ഷണാലംബ ഉപഘാതങ്ങൾ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള നൈമിത്തിക നിശ്ചയ സമയത്ത് നിത്യം ചെയ്യേണ്ട ആരാധനകൾ, നൈമിത്തികമായ വിശേഷ ആരാധനകളൊക്കെ നിശ്ചയ സമയത്ത് നിശ്ചയിച്ചു. അതേമാതിരിയാണ് ഇരുമുടിക്കെട്ടിന്റെ വിഷയം. സർവവ്യാപിയും കാരണബോധനുമായ എല്ലാവരിടത്തുള്ള ബ്രഹ്മചൈതന്യം, അങ്ങനെയുള്ള രൂപത്തിനെ, അങ്ങനെയുള്ള ഈശ്വര ചൈതന്യത്തെ ഗുണാദികൾ സന്നിവേശിപ്പിച്ച് തികച്ചും മാനുഷികമായ ഭാവത്തിൽ വിചാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിഷ്ഠിക്കുന്നതുകൊണ്ട് അവിടെ ഇതൊക്കെ തന്നെ അനുവർത്തിക്കേണ്ടതാണ്. ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ ഇതില് ഈ ഭാഗങ്ങളിലെ 2 വിഷയങ്ങളാണ്. അവിടെ ഇരുമുടിക്കെട്ട് വിഷയം നിർബന്ധമാണ്, അതും നിയതിയിൽപ്പെട്ടതാണ്, നിശ്ചയത്തിൽപ്പെട്ടതാണ്. അങ്ങനെ 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇനിയുണ്ട്. അത്യത്ഭുതകരങ്ങളായ വിഷയങ്ങളുണ്ട്. ഇരുമേലിപ്പേട്ട ആരംഭിക്കുന്ന സമയത്ത് വരുന്ന കൃഷ്ണപ്പരുന്ത്, ഈ തിരുവാഭരണം എഴുന്നള്ളിപ്പ് തുടങ്ങുന്ന സമയത്ത് ശബരിമല എത്തുന്നവരെ കൃഷ്ണപ്പരുന്ത് പറക്കുന്നു. ശബരിമല സന്നിധാനത്ത് നിൽക്കുന്ന ആളുകൾ അവിടെ വലിയ നടപ്പന്തലിൽ എത്തിയോ അല്ലെങ്കിൽ അപ്പുറത്തെത്തിയോ, പിന്നെ മരക്കൂട്ടത്തിലാണോ ഇപ്പം ഇത് എത്തിയിട്ടുള്ള തിരുവാഭരണ ഘോഷയാത്ര എത്തിയെന്നുള്ള മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമായ വഴി 3 പരുന്ത് ഇങ്ങനെ പറക്കുന്നുണ്ടാവും. അപ്പം അതിന്റെ വഴി നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ അത്യത്ഭുതകരമായ പലതും മനുഷ്യ ചിന്തയ്ക്കോ മാനുഷികമായ വിഷയത്തിനോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരമചൈതന്യത്തിന്റെ വിഷയം, ചൈതന്യമാണ് അവിടെ കുടികൊള്ളുന്നത്. അത് തൊട്ടാൽ പൊള്ളുന്നതാണ്, അത് തൊടാതിരിക്കണം, അത് നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അതിനുള്ള വിശദമായ ചർച്ചയാണ്, കാഴ്ചപ്പാടുമാണ് ഈ സെഷനിലുള്ളത്, അടുത്ത സെഷനുകളിലുള്ളത്. അതിന് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി സംഭൂജ്യ സ്വാമിജി അയ്യപ്പദാസ് സ്വാമിജി അവരുടെ ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ സ്ഥാപക ട്രസ്റ്റിയായ പരംപൂജനീയ സ്വാമിജിയുടെ അദ്ദേഹത്തിന്റെ തൃപ്പാദമലങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അവர்கள், ബഹുമാന്യനായ പ്രൊഫസർ കൃഷ്ണനായർ സാർ അവர்கள், അഭിവന്യരായ ഗുരുഭായിമാരെ, സ്നേഹം നിറഞ്ഞ മാതാജിമാരെ, സദസ്സിലിരിക്കുന്ന പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, ശബരിമല എന്നും കേരളത്തിന് നൽകുന്നത് മനസ്സമാധാനമാണ് എന്ന് പറയുമെങ്കിലും
നമുക്ക് പറയേണ്ടി വരുന്നത് മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലാണ് ശബരിമല എക്കാലത്തും ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു എന്ന് ചിന്തിക്കുന്നവർ കൂടുതലുണ്ടാകാം. എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണം. അവിടുത്തെ ഭഗവാന്റെ ആ ഇരുമ്പ് ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക, ആ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ. ധ്യായേരുജടാമിബദ്ധമകുടം ദിവ്യാംബരം ജ്ഞാനമുദ്രോദക്ഷകരം പ്രസന്നവദനം ജാനുസ്തസ്തേതരം മേഘശ്യാമളകോമളം സുരനുദും ശ്രീയോഗപട്ടാങ്കിനം വിജ്ഞാനപ്രദമപ്രമേയ സുഷമം ശ്രീഭൂതനാഥം വിഭും സ്വാമിയേ സ്വാമിയേ ഹരിഹരസുതനേ ധർമ്മശാസ്താവേ ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ശരണമയ്യപ്പ ശരണമയ്യപ്പ. ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ താന്ത്രിക വിധി അനുസരിച്ചിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിലാണ്. ഭാരതത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെ പോയാലും നമുക്ക് ആ ക്ഷേത്രങ്ങളിൽ ശ്രീകോവിലുകളിൽ പ്രവേശിക്കാനും ശ്രീകോവിലുകളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന മൂർത്തിയുടെ സമീപത്തിരുന്നുകൊണ്ട് അർച്ചന നടത്താനും അഭിഷേകം നടത്താനും സാധിക്കുമെങ്കിൽ അത്താഴപ്പഷ്ണിയായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ പോലും കേരളത്തിൻ്റെ അതിൻ്റെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ല. കാരണം രണ്ട് വിധികളാണ്. ഒന്ന് താന്ത്രിക വിധി അനുസരിച്ചിട്ടാണ്, മറ്റൊന്ന് സാധാരണ നിലയിലാണ്. ഇപ്പോൾ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്താനായി പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ശ്രീരാമന്റെ പാദങ്ങളിൽ പുഷ്പാർച്ചന നടത്താൻ സാധിച്ചേക്കാം. പക്ഷേ കേരളത്തിൽ അത് സാധിക്കില്ല. അപ്പൊ കേരളത്തിലെ പൂജാ സംവിധാനവും പൂജാവിധിയും ഉത്തരഭാരതത്തിലെ പൂജാവിധിയും വെച്ച് നോക്കുമ്പോൾ രണ്ടും രണ്ടാണ് എന്നാദ്യം അറിയണം. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ശബരിമല ക്ഷേത്രത്തിന് തുല്യം മറ്റേതെങ്കിലും ഒരു ക്ഷേത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി പറയേണ്ടി വരും, ഇല്ലേ ഇല്ല. കാരണം 65 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഉത്സവകാലത്ത് അവിടെ വന്നെത്തിക്കൊണ്ടിരുന്നത് ലക്ഷങ്ങളല്ലായിരുന്നു, കോടികളായിരുന്നു. ആ കോടികളെ പൂർണ്ണമായി കൊണ്ടും തിരസ്കരിച്ച് അവിടെ വരുന്നത് ലക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് സ്ഥാപിക്കേണ്ടുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ ആവശ്യമായിരുന്നു. എന്തുകൊണ്ട് ഇതിന് തയ്യാറായി എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്നതാണ്. ഈ ക്ഷേത്രം തകർക്കാനും ക്ഷേത്രത്തിന്റെ വിശ്വാസം ഇല്ലായ്മ ചെയ്യാനുമായുള്ള രൂഢമൂലമായ ശ്രമം കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. 1950-51 തീവെപ്പ് കാലത്തിനപ്പുറം മുതലേ തുടങ്ങിയതാണ് ശബരിമലയോടുള്ള വിരോധം. തീവെപ്പ് കാലത്ത് തീവച്ച് നശിപ്പിച്ചത് ക്ഷേത്രം മാത്രമല്ല, ക്ഷേത്രത്തിലെ പരമപവിത്രമായ വിഗ്രഹം കോടാലി കൊണ്ട് കൊത്തിക്കീറി തവിടുപൊടിയാക്കുകയാണ് ചെയ്തത്. ഒരു തരത്തിലും അതിന്റെ രൂപം കിട്ടരുത് എന്നുദ്ദേശിച്ച് തലയും കയ്യും കാലും ശരീരവും വെട്ടിക്കേറി നാശമാക്കിയ ആ വിഗ്രഹത്തിന് പകരം ഒരു വിഗ്രഹം കിട്ടാനില്ലാതെ വന്നപ്പോൾ
വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? തിരുവിതാംകൂർ കവടിയാറുള്ള രാജകൊട്ടാരത്തിലെ പൂജാമുറിയിൽ സൂക്ഷിച്ചിരുന്ന അവരുടെ തേവാരമൂർത്തിയായിരുന്ന അയ്യപ്പന്റെ ചെറിയ ഒരു വിഗ്രഹം എടുത്ത് പുറത്തു വെച്ച് അതിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ സാധിച്ചത് ഈ ഏറ്റവും അവസാന കാലത്ത് മൺമറഞ്ഞ സാക്ഷാൽ മാർത്താണ്ഡവർമ്മ തിരുമനസ്സുകൊണ്ടാണ്. ഇത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. ആ രൂപത്തിന്റെ അതേ രൂപമാണ് ഇന്നിരിക്കുന്ന സാക്ഷാൽ ശ്രീധർമ്മശാസ്താവ്. പക്ഷെ ഇതിനു മുമ്പുണ്ടായിരുന്ന രൂപം തലമുടിയെല്ലാം ഇങ്ങനെ അഴിച്ചിട്ട് അതിമനോഹരമായ മറ്റൊരു രൂപമായിരുന്നു. ആ രൂപം പിന്നീട് നമുക്ക് കിട്ടാനില്ലാതെ വന്നു. അതുകൊണ്ടാണ് ഇപ്പോഴിരിക്കുന്ന ആ രൂപത്തിന് ഏതാണ്ട് 18 ഇഞ്ചോളം ഉയരം വരുമായിരിക്കും, അതിൽ കൂടുതലില്ല. അതിലും വളരെ വലിയതായിരുന്നു. അതുകൊണ്ട് വന്ന ഒരു ദൂഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് തിരുവാഭരണം കൊണ്ടുപോയി ചാർത്തുന്നതിന് കൃത്യമായി അത് യോജിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ശുദ്ധമായ പഞ്ഞിയും വസ്ത്രങ്ങളുമെല്ലാം തിരികെ വെച്ചിട്ടാണ് ആ തിരുവാഭരണം പൂർത്തിയാക്കുന്നത്. ഇവിടെ വിഷയം എന്ത് എന്ന് ചോദിച്ചാൽ, ശബരിമലയുടെ ഭക്തിയാണോ നമ്മൾ അവിടുത്തെ വിശ്വാസമാണോ വലുത്? ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഭക്തിയും വിശ്വാസവും. ഭക്തി ഉണ്ടെങ്കിലേ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. വിശ്വാസം ഉണ്ടെങ്കിൽ അറിയാതെ വന്നെത്തുന്നതാണ് ഭക്തി എന്ന വസ്തുത മനസ്സിലാക്കുക. ആ ഭക്തിയെ സംബന്ധിച്ചിടത്തോളം നിരവധി കഥകൾ, അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ പറയാൻ കഴിയുന്ന നിരവധി ഗുരുസ്വാമിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ ഗുരുസ്വാമിമാർ പറയുന്നതിനപ്പുറത്ത് ഞാൻ മറ്റൊരു കഥ ചൂണ്ടിക്കാണിച്ചു തരാം. ഭക്തിയുടെയും അതുപോലെ തന്നെ വിശ്വാസത്തിന്റെയും മാറ്റുരച്ചു നോക്കുന്ന ഒരു കഥ. ആ കഥയിലെ കഥാപാത്രങ്ങൾ ഒന്ന് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. മൗണ്ട് ബാറ്റൻ പ്രഭു എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഭാരതമാകുന്നതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഗവർണർ ജനറലാണ്. എല്ലാവരും ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. അങ്ങനെ ഗവർണർ ജനറലിനൊരു തോന്നലുണ്ടായി, എനിക്കൊന്ന് ശബരിമല ദർശനം നടത്തണമെന്ന്. അങ്ങനെ ശബരിമല ദർശനം നടത്താനെന്ന് അനുവാദം വേണം. തിരുവിതാംകൂർ കൊട്ടാരത്തിലേക്ക് അന്വേഷിച്ചു, എനിക്ക് ശബരിമലയിൽ ഒരു ദർശനം നടത്തണം. അനുവദിച്ചു. അങ്ങനെ അനുവാദം കിട്ടിയ മൗണ്ട് ബാറ്റൻ ഇന്നത്തെ പോലെയുള്ള ആധുനിക വിമാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഒരു ഡക്കോട്ട വിമാനത്തിൽ ബാംഗ്ലൂരിൽ നിന്നും പറഞ്ഞ് നേരെ നമ്മുടെ കൊച്ചിയിൽ വന്നിറങ്ങി. കൊച്ചിയിൽ നിന്ന് നേരെ കോട്ടയത്തേക്ക് തീവണ്ടിയിൽ യാത്ര. കോട്ടയത്ത് നിന്ന് കാളവണ്ടിയിൽ ശബരിമലയ്ക്ക് യാത്ര. അപ്പൊ അങ്ങനെ പോകുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ അനുഗമിച്ചുകൊണ്ട് അന്നത്തെ ദിവാനായിരുന്ന ഒരു അയ്യർ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ പൊക്കോട്ടെ എന്ന മഹാരാജാവിനോട് അനുവാദം ചോദിച്ചു. മഹാരാജ അനുവാദം കൊടുത്തു. ഈ അയ്യരുടെ പുത്രി, ആ പുത്രിയുടെ പേര് സുഗന്ധി എന്നാണ്. സുഗന്ധി സാധാരണ ഒരു സ്ത്രീയല്ല. അവർ വിദ്യാഭ്യാസം വളരെയേറെ നേടിയവരാണ്. ബാരിസ്റ്റർ പരീക്ഷ ഇംഗ്ലണ്ടിൽ പോയി പാസ്സായി വന്നവരാണ്. പക്ഷേ എടുത്തുചാട്ടവും അവിവേകവും കൂടപ്പിറപ്പുമാണ്. അങ്ങനെയുള്ള പുത്രി പിതാവിനോടുകൂടി ഈ യാത്രയിൽ അനുഗമിക്കുന്നതിന് അനുവാദം ചോദിച്ചു. ആ അനുവാദം ആദ്യം തടസ്സപ്പെടുത്തി. പക്ഷേ നിർബന്ധ ബുദ്ധിയാ പറഞ്ഞപ്പോൾ മകളെ കൊണ്ടുപോകുന്നതിന് അയ്യരും തയ്യാറായി. അങ്ങനെ ദിവാനും അതിനുശേഷം അതിനോടൊപ്പമുള്ള നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്രഭുവും പരിവാരങ്ങളും പമ്പയിൽ നിന്ന് മേനാവിലടുത്ത് സന്നിധാനത്തൊക്കെ എത്തിച്ചു. ഇവിടെ ഇനിയാണ് ഇതിന്റെ ട്വിസ്റ്റ് നിൽക്കുന്നത്. ഈ കൂട്ടത്തിൽ വന്ന ഏറ്റവും VIP താനാണെന്നുള്ള ഭാവത്തിൽ സുഗന്ധി 18ാം പടിയിലും സന്നിധാനത്തും തനിക്ക് തോന്നിയ പടി കയറിയിറങ്ങി നടക്കാൻ തയ്യാറായി. അന്നത്തെ കാലം നൂറോളം വർഷങ്ങൾക്ക് അപ്പുറത്തെ കാര്യമാണ് പറയുന്നത്. ആ കാലത്തിന് തന്ത്രിയും ബഹുമാനപ്പെട്ട തന്ത്രി അവരോട് കൂടി തന്നെ മേൽശാന്തിയും നിഷേധിച്ചു. ഇത് ചെയ്യാൻ പാടില്ല, ഇത് പരമപവിത്ര സങ്കേതമാണ്, ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തതാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് താഴെ പോകണം. അവര് പോകാൻ തയ്യാറായില്ല. അതിനെ എതിർക്കാൻ ഇവർക്ക് ഈ ഗവർണർ ജനറലും അതുപോലെ തന്നെ മന്ത്രിയും ഉള്ളതുകൊണ്ട് അതിനവർക്ക് സാധിച്ചില്ല. എന്തായാലും അന്ന് നേരം ഇരുത്തി. ഇന്നത്തെ സൗകര്യങ്ങളൊന്നും അവിടെയില്ല.
വളരെ അപൂർവമായുള്ള സൗകര്യങ്ങളിൽ അവിടെ അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടുകയാണ്. രാത്രി കുറേയേറെ ചെന്ന് കഴിഞ്ഞപ്പോൾ